അസ്സലാമലൈക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജാസ്മീസ് ഹോം വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്ത പച്ചരിയാണിത്. ഇതൊരു 1.5 കപ്പ് പച്ചരിയുണ്ട്. ഒരു കപ്പ് എന്ന് പറയുമ്പോൾ 250 ml കപ്പാണ്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 3/4 കപ്പ് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കണം. ഒരു കപ്പ് ചോറ്, ഞാനിപ്പോൾ വെള്ളച്ചോറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ മട്ടയരിയുടെ ചോറാണല്ലോ എങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇതൊരു 8 ടേബിൾ സ്പൂൺ വരെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം ഞാനിതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ ഗ്ലാസ്സിലാണ് അരി അളന്നെടുത്തത്. അപ്പോൾ നിങ്ങൾ അരി എടുക്കുന്ന അതേ പാത്രത്തിൽ തന്നെ വെള്ളം എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇത് അരിച്ചെടുക്കുമ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കാൻ പാടില്ല. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് അരിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് അരിഞ്ഞ് കിട്ടില്ല. ഇപ്പം ഞാനിതൊന്ന് നന്നായിട്ട് അരിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാനിതിവിടെ നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഞാനിതിലേക്ക് ആകെ ചേർത്തിരിക്കുന്നത് 1.25 ഗ്ലാസ് വെള്ളമാണ്. അപ്പം ഞാൻ എടുത്തത് 1.5 കപ്പ് അരിയാണ്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ബാറ്റർ ഒരുപാട് ലൂസായി പോവും. അപ്പോൾ നമ്മുടെ അപ്പം നല്ല സോഫ്റ്റായിട്ട് വരില്ല. നമ്മൾ അരച്ചെടുത്ത മാവ് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇളം ചൂടുള്ള വെള്ളമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൽ ഈസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ ഞാൻ ഈസ്റ്റ് നമ്മുടെ മാവിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇവിടെ വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഈ ഒരു മാവ് ഇറക്കി വെച്ച് കൊടുക്കാൻ പോവുകയാണ്. നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വരുമ്പോൾ അത് പുറത്തോട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ഇറക്കി വെച്ച് മൂടി വെച്ച് കൊടുക്കാം. അപ്പം ഞാനിതിവിടെ അടിച്ചു വെക്കുകയാണ്. ഇനി നമുക്കൊരു 8 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കാം. 8 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഈസ്റ്റ് ചേർത്ത് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ മാവ് നന്നായിട്ട് പൊങ്ങി വന്നത്. ഈ ഈസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ദഹന വ്യവസ്ഥയ്ക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ട്. ഇത് ഉപയോഗിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടും സംഭവിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഇതിൽ ഈസ്റ്റൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു മാവിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ വെള്ളയപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണേൽ കുഴിയുള്ള പാത്രം ഉപയോഗിക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മൾ ബാറ്റർ ഒഴിക്കാൻ. ബാറ്റർ ഒഴിച്ചതിന് ശേഷം നമുക്കിത് ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതിനുശേഷം ചെറിയ ഹോൾസൊക്കെ വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം.
അപ്പോൾ ഏതാണ്ട് ഹോൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് കൂടെ വേവിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്, ഇല്ലെങ്കിൽ നമ്മുടെ വെള്ളയപ്പം കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വെള്ളയപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നിറയെ ഹോൾസൊക്കെ വന്ന് നല്ല സോഫ്റ്റ് വെള്ളയപ്പമാണിത്. ഇനി ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നന്ദി.